In this video, we are going to study about data analysis. See, in GIS, we have data. Data എന്ന് പറയുന്നത് GIS ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഡേറ്റയെ ഇൻപുട്ട് ചെയ്തു, ഡേറ്റയെ എഡിറ്റ് ചെയ്തു, ശരി. നമുക്ക് പക്ഷേ വാട്ട് വാസ് റിയലി ദ എയിം ഓഫ് GIS ഏറ്റവും വലിയ ഉദ്ദേശം എന്തുവായിരുന്നു? ഇറ്റ് വാസ് ടു ആൻസർ സർട്ടൻ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ലൊക്കേഷൻ, ട്രെൻഡ്സ്, പാറ്റേൺ, കണ്ടീഷൻസ്, ഇംപ്ലിക്കേഷൻസ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് GIS ഉപയോഗിക്കുന്നത്, അല്ലേ? സോ വാട്ട് വി ട്രൈ ടു ഡു ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഇസ് വി അനലൈസ് ദ ഡേറ്റ. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ഡേറ്റ അനാലിസിസ്. ഇപ്പോൾ ഡേറ്റ അനാലിസിസിനകത്ത് പലതരത്തിലുള്ള അനാലിസിസ് നമുക്ക് പറ്റും. സം ടൈപ്സ് ഓഫ് അനാലിസിസ് ഇൻക്ലൂഡ് സംതിങ് ലൈക്ക് മെഷർമെൻറ്റ്, അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ഏരിയ, പെരിമീറ്റർ, ഇത്തരം മെഷർമെൻറ്റ്സിനെ കണ്ടുപിടിക്കുക. ദെൻ യു ഹാവ് ക്വറിയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഇൻപുട്ട് ക്വറീസ് ആൻഡ് യു ഹാവ് ടു റിട്രീവ് ഡേറ്റ അക്കോർഡിംഗ്ലി, ദാറ്റ് ഈസ് ക്വറിയിങ്. ദെൻ ദർ ഇസ് റീക്ലാസിഫിക്കേഷൻ. Then there is buffering and neighborhood processing, and plus there is actually a map overlay. So the final part of this map overlay is actually discussed in another video. You can really watch it. And these are actually the steps that are involved in data analysis. So first one is called a measurement. So what is really measurement in GIS? So measurement is actually used to understand some things like length, perimeter, and area. അതായത് ഇപ്പോൾ ഒരു ലൈനിൻ്റെ ലെങ്ത്ത്, പിന്നെ ഒരു ഏരിയയുടെ പെരിമീറ്റർ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ലൊക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദീസ് മെഷർമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതായത് ഇപ്പം നമുക്കറിയാം, വി യൂസ് സംതിങ് ലൈക്ക് റോഡിനകത്ത് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് പറയും, ഓക്കെ, ഇവിടുന്ന് 100 കിലോമീറ്റേഴ്സ് ആണ് ട്രിവാൻഡ്രത്തിലോട്ടുള്ളത്. അപ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരിക്കലും ഇവിടുന്ന് ഒരു ടേപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഫോർ ദാറ്റ് വി വോണ്ട് GIS. അപ്പം GISൽ ഒബ്ജക്ട്സിൻ്റെ പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വി മെയിൻലി യൂസ് 3 methods. So what are the methods? Let's check out. The first method is by using Euclidean distance. യുക്ലീഡിയൻ അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. Then second one is called Manhattan distance. And third one is by using proximity measures. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. സോ യൂക്ലീഡിയൻ അല്ലെങ്കിൽ പൈതഗോറൻ ഉപയോഗിച്ച്, ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഉപയോഗിച്ച്, വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് വി ആർ ട്രൈങ് ടു മെഷർ ദ മെഷർമെൻറ്റ് യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ഈ 3 പോയിൻറ്റ്സ്, ഇപ്പോൾ ഇത് ABC. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. AC √AB² + BC². ഈ ഒരു തിയറം ഉപയോഗിച്ച് നമുക്ക് ACയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കും. ദിസ് ഈസ് കോൾഡ് യൂസിങ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ഓർ പൈതഗോറസ് തിയറം. ഇത് റാസ്റ്റർ ഡേറ്റയിലാണ് ഞാനിപ്പോൾ ഈ പറയുന്ന ഡേറ്റാസൊക്കെ വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ആണ്. മാൻഹാട്ടൻ ഡിസ്റ്റൻസിൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വരച്ച പടത്തിനകത്തൊരു ചെറിയ ഒരു അനോമലി ഉണ്ട്. അല്ലാത്ത പക്ഷം യൂഷ്വലി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സെല്ലുകളും ഇക്വിഡിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ സെല്ലും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ യൂസ് ഗ്രിഡ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്രിഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇച്ചിരി കൂടെ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇഫ് ഐ ഡ്രോ സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു ഗ്രിഡ് വരച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആൻഡ് ഇഫ് ഐ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ, ഓക്കെ, ഇഫ് ഐ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ, then you can see the distance. അപ്പോൾ ഇതിനകത്ത് ഓരോ സെല്ലെന്ന് പറയുന്നതും ദേ ആർ ആക്ച്വലി ഈക്വൽ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം ആയിട്ടുള്ള സെൽസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം അത്തരം സെല്ലുകളിൽ നമ്മൾ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാൻഹാട്ടൻ ഡിസ്റ്റൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരു ലെങ്ത്ത് ഒരു ഇത് കണ്ടുപിടിക്കാതെ, വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ദാറ്റ് വി ആർ ട്രൈങ് ടു മേക്ക് തിങ്സ് വർക്ക് ലൈക്ക് ദിസ്. അതായത് നമ്മൾ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ഈച്ച് സെൽ.
അപ്പം സപ്പോസ് ഈ ഒരു ഇതിനകത്ത്, ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങളുടെ ഈ സെല്ലിനകത്തൊക്കെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ, 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള സ്ക്വയേഴ്സാണ് ഈ പറയുന്ന ഗ്രിഡ്സിനകത്തുള്ളത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് വി വിൽ ട്രൈ ഇങ്ങനെ വരയ്ക്കും. We try to build like this. Okay, this is how we are going to find the distance. അതായത് ഇപ്പം നോക്കുക, ഇത് 1 സെൻറ്റിമീറ്റർ അപ്പം നമുക്കിത് കണ്ടുപിടിച്ചുകൂടെ? ഓക്കെ, സിമിലർലി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ ഡയഗണൽ എലമെൻറ്റ് വി ആർ അഗെയിൻ ട്രൈങ് ടു ഡു ദ സെയിം. ഇങ്ങനെ നമുക്ക് ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എ ടു ബി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എ ടു ബി നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എത്ര സൈഡ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് കോൾഡ് മാൻഹാട്ടൻ ഡിസ്റ്റൻസ്. അതായത് നേരെയുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ വളഞ്ഞ വഴിക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് കോൾഡ് മാൻഹാട്ടൻ ഡിസ്റ്റൻസ്. നമ്മൾ ഇങ്ങനെ സൈഡ്സ് ബൈ സൈഡായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് മാൻഹാട്ടൻ ഡിസ്റ്റൻസ്. നൗ ദർ ഈസ് നെക്സ്റ്റ് തിങ് കോൾഡ് പ്രോക്സിമിറ്റി മെഷർ. പ്രോക്സിമിറ്റി മെഷറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സെല്ലിനും നമ്മൾ ഓരോ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഇതിന് 1 ആണെങ്കിൽ ഇതിന് 2.8, 4.2, 5.7, 6.8 ഇങ്ങനെ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കും. ഇതെങ്ങനെയാണ് ഈ വാല്യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗെയിൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഓരോ സെല്ലിനും നമ്മൾക്ക് വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ 2 3 4 5, ദെൻ യു ഹാവ് ഇവിടെയും 1 2 3 4 5, പിന്നെ ഇവിടെയും 4.5 5.0 5.0 1 2 3 4 5 എന്നിട്ട് നമ്മളിവിടെയും 4.5 5.0 5.7 പിന്നെ 5.7, ദെൻ ഇവിടെ 5.0 4.5 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ വാല്യൂസ് ഓരോടത്തും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഫൈനൽ പോയിൻറ്റിലുള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആ വാല്യൂ ആയിരിക്കും നമ്മുടെ റിയൽ വാല്യൂ. ഇവിടെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 6.8 ആണ്. സോ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 6.8 ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് പ്രോക്സിമിറ്റി മെഷർ. സോ നമുക്ക് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്: യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, മാൻഹാട്ടൻ ഡിസ്റ്റൻസ്, പ്രോക്സിമിറ്റി ഡിസ്റ്റൻസ്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസിൽ നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാൻഹാട്ടൻ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡ്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ വി മെഷർ. അതേസമയം പ്രോക്സിമിറ്റിയിൽ നമ്മൾ ഓരോ സെൽസിനും ഓരോ വാല്യൂ അസൈൻ ചെയ്തിട്ട് ഫൈനൽ സെല്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് വി സേ ഇൻ പ്രോക്സിമിറ്റി മെഷർ. സോ ഇതാണ് ലൈനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മെഷേഴ്സ്. ദെൻ സപ്പോസ് നമുക്ക് പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് അതായത് ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ നമുക്കൊരു പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഈ ഒരു ഏരിയയുടെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബൗണ്ടറി ഉള്ള സെൽസ് എടുക്കും. അപ്പോൾ അതായത് ഇത്രയും സെല്ലാണ് നമുക്ക് ബൗണ്ടറി വരുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ സെൽസും ഇക്വഡിസ്റ്റൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സപ്പോസ് ഓരോ സെല്ലിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പെരിമീറ്റർ എങ്ങനെ കാണിക്കും? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അതായത് 18 സെൽസ് ഉണ്ട് ചുറ്റും, അല്ലെ 18 സൈഡ്സ് ഉണ്ട്. സോ ദ ഹോൾ പെരിമീറ്റർ ഈസ് 18 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 18 യൂണിറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ചുറ്റും എത്ര സൈഡ്സ് ഉണ്ട് എന്ന് നോക്കും. So that is how we understand the perimeter.
So next is something like we can how to find out, നമുക്ക് പറയാം ഹൗ വിൽ വി ഫൈൻഡ് ഔട്ട് സംതിങ് ലൈക്ക് ഏരിയ. അപ്പം ഈ പെരിമീറ്ററിന് വരെ ഏരിയ, ഈ ഒരു ഏരിയയുടെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക ഇതിൽ എത്ര സെൽസ് ഉണ്ടെന്ന് നമ്മൾ എണ്ണും. സോ എത്ര സെൽസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18, മൊത്തം 18 സെൽസ് ഉണ്ട്. സോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 18 യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, 18 യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ ഹൗ വി റാസ്റ്റർ ഗ്രാഫിക്സിൽ അല്ലെങ്കിൽ റാസ്റ്റർ മോഡലിങ്ങിൽ നമ്മൾ പെരിമീറ്ററും ഏരിയയും ലെങ്ത്തും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് തന്നെ നമ്മൾ വെക്ടർ ഡേറ്റ റെപ്രസെൻറ്റേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ വെക്ടർ GIS റെപ്രസെൻറ്റേഷനിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ GISൽ നമ്മൾ ജസ്റ്റ് വെക്ടർ ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു മെത്തേഡേ ഉള്ളൂ, ഇറ്റ് ഈസ് ബൈ യൂസിങ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൈതഗോറസ് ഡിസ്റ്റൻസ് വെച്ച് തന്നെയായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ബിക്കോസ് വി ഹാവ് XY കോർഡിനേറ്റ്സ് അവൈലബിൾ. അപ്പം നമ്മൾ X2 Y2 ആണെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square ആയിരിക്കും ABയുടെ ഡിസ്റ്റൻസ്. ABയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. സപ്പോസ് ഓക്കെ, ഇനി നമ്മൾക്ക് പെരിമീറ്ററും ഏരിയയും എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ ആൻഡ് ഏരിയ. സപ്പോസ് നമ്മുടെ അതിലൊരു കോംപ്ലക്സ് ഫിഗർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓരോ സൈഡിൻ്റെ ലെങ്ത്ത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം വി വിൽ ആഡ് ദം. നമ്മൾ ഓരോ ഡിസ്റ്റൻസും ഓരോ സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ ആഡ് ചെയ്യും. അതായത് ആദ്യം നമ്മൾ ഈ ഒരു സൈഡ് എടുക്കും, അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ സൈഡിൻ്റെ ഡിസ്റ്റൻസ്, ഈ സൈഡിൻ്റെ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ്, അങ്ങനെ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നൗ സപ്പോസ് നമുക്ക് ഇതിനകത്ത് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു ഫിഗറിനെ നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സിമ്പിൾ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് ഇങ്ങനെയും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ സം ചെയ്യും. ഓരോ ചെറിയ ചെറിയ ഏരിയ ട്രയാങ്കിൾസിൻ്റെ ഏരിയയെയും നമ്മൾ എടുത്തിട്ട് അതിനെ ഓരോത്തിനെയും നമ്മൾ സം ചെയ്തെടുക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ഫിഗേഴ്സ്. ഒരു ഫിഗേഴ്സിൻ്റെ ഏരിയ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരു അതാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ അനാലിസിസിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വറിയിങ് ആണ്. ഓക്കെ, ക്വറിയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ വി യൂസ് ക്വറീസ്. നമ്മൾ SQL പഠിച്ചു, നമ്മൾ വി യൂസ് ക്വറീസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പഠിച്ചു. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ക്വറീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വറിയിങ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് ക്വറീസ് ഉണ്ട്. സ്പേഷ്യൽ ക്വറീസും ഉണ്ട്, എസ്പേഷ്യൽ ക്വറീസും ഉണ്ട്. സ്പേഷ്യലും ഉണ്ട്, എസ്പേഷ്യലും ഉണ്ട്. സ്പേഷ്യൽ ക്വറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോഗ്രഫിക് ഫീച്ചേഴ്സുമായിട്ട് അല്ലെങ്കിൽ സ്പേഷ്യൽ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. എസ്പേഷ്യൽ ക്വറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരെണ്ണം ഇല്ലായിരിക്കും. അപ്പോൾ ഈ ക്വറീസ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ലക്ഷൂറിയസ് ഹോട്ടൽസ് ആർ ദെയർ? ലക്ഷറിയസ് ഹോട്ടൽസ് ആർ ദെയർ. എത്ര 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്? എത്ര? ഇങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ വി നോ ദിസ് ഇസ് എ സ്പേഷ്യൽ ക്വയറീസ്. കാരണം എന്തുവാ, ഇതിനകത്തൊരു സ്പേഷ്യൽ ജോഗ്രഫിക് മെഷർ ഒന്നുമില്ല. എത്ര ഹോട്ടൽ ഉണ്ടെന്നേ ചോദിക്കുന്നുള്ളൂ, എവിടെ എത്ര ഹോട്ടൽ ഉണ്ടെന്നൊന്നും ചോദിക്കുന്നില്ല. അതേസമയം ഹൗ മെനി ലക്ഷറിയസ് ഹോട്ടൽസ് ആർ ദെയർ ഇൻ ട്രിവാൻഡ്രം എന്ന് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് എ spatial query because we are actually referring to a particular geographic location or a geographic feature. That is called as a spatial query. Okay. അപ്പം ഈ ക്വറീസിനെ വി ക്യാൻ മേക്ക് ഇറ്റ് മോർ ആൻഡ് മോർ കോംപ്ലെക്സ് ബൈ ആഡിങ് മോർ ഫീച്ചേഴ്സ് ലൈക്ക് ഏരിയ, പെരിമീറ്റർ ആൻഡ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ വെക്ടർ GIS. വെക്ടർ GISലാണ് നമുക്ക് ഒന്നും കൂടെ അതൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.
സോ അതാണ് നമ്മളുടെ രണ്ടാമത്തേത്. നെക്സ്റ്റ് ഇസ് കോൾഡ് റീക്ലാസിഫിക്കേഷൻ. റീക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്. നമ്മൾ ഇനി വരുന്ന മാപ്പ് ഓവർലേയിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് റീക്ലാസിഫിക്കേഷൻ. റീക്ലാസിഫിക്കേഷൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റാസ്റ്റർ GIS ഓക്കെ. റീക്ലാസിഫിക്കേഷൻ, ആ റീക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ജോഗ്രഫിക് ലൊക്കേഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ നമ്മൾ പുതിയ ഒരു സംഭവമായിട്ട് റീക്ലാസിഫൈ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കൊരു ഏരിയ, സപ്പോസ് ഈ ഒരു ഏരിയ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പം ഈ ഏരിയ സപ്പോസ് ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഫോറസ്റ്റ് ഏരിയ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡീഫോറസ്റ്റേഷൻ സംഭവിച്ച് ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലാതെ ആയി മാറി എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് നേരത്തെ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ഈ ഫോറസ്റ്റ് ഏരിയയിൽ കുറച്ച് ഭാഗം, അതായത് ഇത്രയും ഭാഗം നമ്മൾക്ക് പിന്നീട് ഫോറസ്റ്റ് ഏരിയ അല്ലാതെ ആയി മാറി എന്ന് വിചാരിക്കും. സോ ഇപ്പോൾ ഇത് ഇത്രയും ഏരിയ ഫോറസ്റ്റ് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാപ്പിനകത്ത് അത്രയും ഏരിയയെ നമ്മൾ ഫോറസ്റ്റ് അല്ലാതെ ആക്കി മാറ്റണം. ഓക്കെ, ഫോറസ്റ്റ് അല്ലാതെ ആക്കി മാറ്റണം. സോ ദിസ് ഈസ് കോൾഡ് എസ് റീക്ലാസിഫിക്കേഷൻ. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഒന്നുകൂടെ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി പുട്ട് വാല്യൂസ് ടു ദിസ്. നമ്മൾ ഓരോരോ വാല്യൂസ് അസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള ഫോറസ്റ്റ് ഏരിയയ്ക്കൊക്കെ വാല്യൂ 10 വിചാരിക്കുക. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഫോറസ്റ്റ് ഏരിയയ്ക്കും നമ്മൾ അസൈൻ ചെയ്തിരുന്ന വാല്യൂ 10 വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ കുറച്ച് ഏരിയയുടെ വാല്യൂ മാറ്റിയിട്ട് നമ്മൾ 10 മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കും. ഓക്കെ, കുറച്ച് ഏരിയയ്ക്ക് നമ്മൾ 10 വാല്യൂ 10 മാറ്റിയിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കും. ഇപ്പോൾ ഇത്ര ഏരിയയാണ് നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സപ്പോസ് 5 കൊടുക്കും. അപ്പോൾ നമ്മൾ വാല്യൂ മാറ്റി കൊടുക്കുവാണ്, 5 പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ 5 പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് നോട്ട് ഫോറസ്റ്റ്, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഗ്രാസ് ലാൻഡ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും ഏരിയ മറ്റൊരു ലൊക്കേഷനായിട്ട് മാറി. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട് റീക്ലാസിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫിഗർ വരുമ്പോഴത്തേക്കിനും ഏകദേശം ഇങ്ങനെ വരും, ലൈക്ക് ദിസ്. ഇപ്പോൾ നമ്മുടെ ഏരിയ, അതായത് ഇത്ര ഏരിയയാണ് നമുക്ക് ഇപ്പോൾ ഫോറസ്റ്റ് അല്ലാതായി മാറിയത്. സോ മറ്റ് ഏരിയാസൊക്കെ നമുക്ക് ഇപ്പോഴും ഫോറസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഏരിയാസ് ഇപ്പോൾ ഫോറസ്റ്റ് അല്ല, മറ്റ് ഏരിയാസൊക്കെ ഫോറസ്റ്റാണ്. സോ ദിസ് ഈസ് ഹൗ യു റീക്ലാസിഫൈ. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ റീക്ലാസിഫൈ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബഫറിങ് ആൻഡ് നെയ്ബർഹുഡ് ഫങ്ഷൻ. ബഫറിങ് ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമായിരിക്കും. ഇപ്പം നമ്മൾ കേരളിനകത്തൊക്കെ പറഞ്ഞു ബഫർ സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടു. ബഫറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു ഫീച്ചറിന് ചുറ്റുമുള്ള സ്ഥലം. That is what we call as buffering. Okay. It is used to identify a zone of interest around an entity or set of entities. ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടം എൻറ്റിറ്റീസിൻ്റെ ചുറ്റുമുള്ള സോൺ ഓഫ് ഇൻട്രസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതാണ് ബഫറിങ് എന്ന് പറയുന്നത്. സോ ബഫർ സോൺസ് ക്യാൻ ബി അറൗണ്ട് എ പോയിൻറ്റ്, ഒരു പോയിൻറ്റിന് ചുറ്റുമാവാം. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി അറൗണ്ട് എ ലൈനിന് ചുറ്റുമാവാം. ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി അറൗണ്ട് an ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് ചുറ്റും വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇഫ് ദിസ് ഈസ് ആൻ ഏരിയ ആൻഡ് ഇതിന് ചുറ്റും വേണമെങ്കിലും നമുക്ക് ബഫർ സോണ് വരാം, ബഫറിങ് ചെയ്യാം. സോ ദിസ് ഈസ് കോൾഡ് ബഫറിങ്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബഫറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ബഫറിങ്. അപ്പോൾ ഈ ബഫറിങ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോയിൻറ്റിന് ചുറ്റുമാണ് ബഫർ സോൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി വിൽ ഫിക്സ് എ റേഡിയസ്. അതായത് എത്ര ചുറ്റളവിൽ, അതായത് ഇപ്പം പറയുകയാണ് 100 മീറ്റർ ചുറ്റളവിൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ റേഡിയസ് ആയിട്ട് കണക്കാക്കി വി വിൽ ഡ്രോ എ സർക്കിൾ. സോ ഇതിന് ചുറ്റും വന്ന ഈ ഏരിയയാണ് വി കോൾ ഇറ്റ് ആസ് ബഫർ.
ഇത് ഇത്രയായിരിക്കും ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്റിന് ചുറ്റും നമ്മൾ ബഫർ സോൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം ഒരു ലൈനാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതൊരു ലൈനാണ്. ഈ ലൈനിന് ചുറ്റുമാണ് നമ്മൾ ബഫർ സോൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു റേഡിയസ് ഫിക്സ് ചെയ്യും. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു റേഡിയസ് ഫിക്സ് ചെയ്യും. എന്നിട്ട് വി വിൽ ഡ്രോ എ സർക്കിൾ. ഈ സ്റ്റാർട്ടിങ് പോയിന്റ് സെൻറ്റർ ആക്കി വെച്ചിട്ട് ഒരു സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിളിനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് അത്രയും ഏരിയ വി ഗെറ്റ് ഇറ്റ് ആസ് ബഫർ സോൺ. അത്രയും ഏരിയ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ബഫർ സോൺ. ദിസ് ഈസ് കോൾഡ് ബഫറിങ് അറൗണ്ട് എ ലൈൻ. ഓക്കെ, അപ്പോൾ ഓരോരുത്തടത്തും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ബഫറിങ് അറൗണ്ട് എ സർക്കിൾ. നൗ ഏരിയയ്ക്ക് ചുറ്റും ആണെങ്കിലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. നമ്മളൊരു ഏരിയയുടെ ഇവിടെ ഒരു സർക്കിൾ കണക്കാക്കിയിട്ട് വി വിൽ ദെൻ മൂവ് ഇറ്റ്. നമ്മളിതിന് ചുറ്റും മൂവ് ചെയ്യും. സോ വി വിൽ ഗെറ്റ് എ ബഫർ സോൺ. സോ അങ്ങനെയാണ് നമ്മൾ ഏരിയയ്ക്ക് ചുറ്റും ബഫർ സോൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഹൗ യു കാൽക്കുലേറ്റ് ബഫർ സോൺ അറൗണ്ട് ആൻ ഏരിയ. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് വെക്ടർ ഗ്രാഫിക്സിലാണ്. ഓക്കെ, നമ്മൾ വെക്ടർ GISലാണ് നമ്മൾ യൂഷ്വലി ഈ ഒരു മെത്തേഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് റാസ്റ്റർ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുമ്പം വി കാൽക്കുലേറ്റ് ദ പ്രോക്സിമിറ്റി. ഒരു പ്രോക്സിമിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ റാസ്റ്റർ GISൽ ബഫറിങ് ചെയ്യുന്നത്. Okay. See, there are other operations in raster GIS where the value of individual cells are altered on the basis of adjacency called neighborhood functions. ഇപ്പം നമ്മൾ നേരത്തെ റീക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു, നമ്മൾ ചില വാല്യൂസിനെ നമ്മൾ റീക്ലാസിഫൈ ചെയ്തു. അതായത് വാല്യൂ മാറ്റി കൊടുത്തപ്പോഴത്തേക്കും ആ ഏരിയ റീക്ലാസിഫൈഡ് ആയി. ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇതിൻ്റെ ഒന്നും വെച്ചിട്ടല്ല, അടുത്തുള്ള സെല്ലുകളെ ഒന്നും നോക്കാതെയാണ് നമ്മൾ റീക്ലാസിഫൈ ചെയ്തത്. പക്ഷേ നമ്മൾ അടുത്തുള്ള സെൽസിനെ നോക്കിയിട്ട് നമ്മൾ റീക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെയ്ബർഹുഡ് ഫങ്ഷൻസ്, നെയ്ബർഹുഡ് പ്രോസസ്സിങ്. ഇതൊരു പക്ഷേ നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നതാണ്. ഇമേജ് പ്രോസസ്സിങ്ങിലും ഒക്കെ മൾട്ടിമീഡിയയിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന ഒന്നാണ് ഈ നെയ്ബർഹുഡ് പ്രോസസ്സിങ്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു എൻറ്റിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഇഫ് യു ചേഞ്ച് ദ വാല്യൂസ് അറൗണ്ട് ഇറ്റ്, അതിന് ചുറ്റുമുള്ള സെൽസിലെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ വി കോൾ ദാറ്റ് പ്രോസസ് ആസ് നെയ്ബർഹുഡ് പ്രോസസ്സിങ്. ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനെ വി കോൾ ഇറ്റ് ആസ് നെയ്ബർഹുഡ് ഫംഗ്ഷൻ. സോ ഒരു നെയ്ബർഹുഡ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് ഫിൽറ്ററിങ്. ഫിൽറ്ററിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നെയ്ബർഹുഡ് പ്രോസസ്. നെയ്ബർഹുഡ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ വി ആക്ച്വലി ചേഞ്ച് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് നെയ്ബറിങ് സെൽസ് ബേസ്ഡ് ഓൺ എ ടാർഗറ്റ് സെൽ. ഒരു ടാർഗറ്റ് സെല്ലിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ഇതിന് ചുറ്റുമുള്ള വാല്യൂസിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. അതാണ് വാട്ട് വി കോൾ എസ് നെയ്ബർഹുഡ് പ്രോസസ്സിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു സെല്ലിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ചുറ്റുമുള്ള സെൽസിൻ്റെ വാല്യൂസൊക്കെ മാറ്റുകയെന്ന് വെച്ചോ. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് നെയ്ബർഹുഡ് പ്രോസസ്സിങ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ നെയ്ബർഹുഡ് പ്രോസസ്സിങ് റാസ്റ്റർ ഗ്രാഫിക്സിൽ നമ്മൾ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3-4 എക്സാമ്പിളിനകത്ത് നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ റിലേറ്റീവ് ഡിസ്റ്റൻസ്, അതായത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിസ്റ്റൻസ് ഏകദേശം സെയിമാണ്. ശരിയല്ലേ? സെയിം ഡിസ്റ്റൻസാണ് അങ്ങോട്ടും ഉള്ളത് ഇങ്ങോട്ടും ഉള്ളത്. പക്ഷേ ചില സമയത്ത് ദി ഫാക്ടേഴ്സ് കൺട്രോളിങ് ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് ആർ നോട്ട് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ചിലപ്പോൾ ഒക്കെ ചില കണ്ടീഷൻസിലൊക്കെ ഇപ്പം നമ്മുടെ ഫാക്ടേഴ്സ് ഈക്വൽ ആയിരിക്കത്തില്ല. ഇപ്പോൾ ചില ഒരു ഏരിയയിൽ ചില സമയത്ത് ചില ഡയറക്ഷനിലോട്ട് കൂടുതൽ ബഫർ സോൺ വേണ്ടി വരികയും വേറെ കുറച്ച് ഡയറക്ഷനിലോട്ട് കുറച്ച് ബഫർ സോൺ മാത്രം വേണ്ടി വരികയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോറസ്റ്റ് ഏരിയ എടുക്കുക. ആ ഫോറസ്റ്റ് ഏരിയയുടെ ഒരു സൈഡ് ഡാമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയും ഡാമിലോട്ട് കുറച്ചധികം ബഫർ സോൺ ഇടണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതിന് പറയുന്ന പേരാണ് അനിസ്ട്രോപ്പിക്. അത്തരം മോഡൽസിന് പറയുന്ന പേരാണ് അനിസ്ട്രോപ്പിക് മോഡൽസ്. അതായത് when factors controlling the relative distance are not the same in all direction, those proximity models are said to be anisotropic. Okay,
ഈ ഡിസ്റ്റൻസ് ഈക്വൽ അല്ലാത്ത മോഡൽസിനെ നമ്മൾ പറയുന്നതാണ് അനിസ്ട്രോപ്പിക് മോഡൽസ്. ഓക്കെ, അപ്പം GISൽ അത്തരം അനിസ്ട്രോപ്പിക് മോഡൽസിനെ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് വഴികളുണ്ട്. സോ അതാണ് നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞത്. സോ വാട്ട് ആർ ദ മെഷേഴ്സ് ഫോർ ഡേറ്റ അനാലിസിസ്? ഡേറ്റ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? വി ഹാവ് മെഷർമെൻറ്റ്, വി ഹാവ് ക്വറിയിങ്, we have reclassification, then we have buffering and neighborhood processing, and then we have overlay. ഇതിൽ ആദ്യത്തെ 4 നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. There is query, overlay,